ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗെയിം തിയറിയിലെ പ്യുവർ സ്ട്രാറ്റജിയിൽ ഡോമിനൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് സാഡിൽ പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മാക്സിമിൻ മിനിമാക്സ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. നമുക്ക് ആദ്യം തന്നെ മാക്സിമിൻ മിനിമാക്സ് മെത്തേഡ് ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്ത് ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. നമ്മൾ മാക്സിമിൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ റോ വൈസിൽ നമ്മൾ റോയിൽ മാക്സിമിൻ എന്ന് എഴുതണം, കോളത്തിൽ മിനിമാക്സ് എന്ന് എഴുതണം. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മിനിമം ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പൊ റോ വൈസ് മിനിമം കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് റോയിലെ മിനിമം വാല്യൂ ഏതാണ്? 1. സെക്കൻഡ് റോയിലെ മിനിമം വാല്യൂ 2. തേർഡ് റോയിലെ മിനിമം വാല്യൂ 4. ലാസ്റ്റ് റോയിലെ മിനിമം വാല്യൂ 3. ഇനി ഈ കൂട്ടത്തില് മാക്സിമം ഏതാണ്? ഈ കൂട്ടത്തിലെ മാക്സിമം is 4. അപ്പോ ഇതിലെ മാക്സിമം വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് മിനിമാക്സ് കണ്ടുപിടിക്കാം. മിനിമാക്സ് എന്ന് പറയുമ്പോൾ ഈ കോളത്തിലെ മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം സെക്കൻഡ് വൺ മാക്സിമം. ഈ കോളത്തിലെ മാക്സിമം 7. ഈ കോളത്തിലെ മാക്സിമം 4. ഈ കോളത്തിലെ മാക്സിമം 5. ഈ കോളത്തിലെ മാക്സിമം 8. രണ്ടെണ്ണം ഉണ്ട്, ബട്ട് ഐ റൈറ്റ് 1 8. ഇനി ഈ മാക്സിമങ്ങളിലെ മിനിമം ഏതാണ്? മിനിമം ആണ് രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത്. ഇതില് മിനിമം വാല്യൂ 4 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ മാക്സിമിൻ ഇസ് ഈക്വൽ ടു മിനിമാക്സ്. വാല്യൂ ഓഫ് ദ ഗെയിം ഇസ് ഈക്വൽ ടു 4. വാല്യൂ ഓഫ് ദ ഗെയിം ഇസ് ഈക്വൽ ടു 4. ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ സാഡിൽ പോയിന്റ് എത്രയാണ്? സാഡിൽ പോയിന്റ് ഇസ് ആക്ച്വലി തേർഡ് റോ സെക്കൻഡ് കോളം. സാഡിൽ പോയിന്റ് ഇസ് തേർഡ് റോ സെക്കൻഡ് കോളം. നമുക്ക് അതിന്റെ സൊല്യൂഷൻ ലഭിച്ചു. ഇനി ഈ കിട്ടിയിരിക്കുന്ന സൊല്യൂഷൻ നമുക്ക് ഡോമിനൻസ് പ്രിൻസിപ്പിൾ വഴി നമുക്ക് ഒരിക്കൽ കൂടി സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് ഡോമിനൻസ് പ്രിൻസിപ്പിൾ? ഡോമിനൻസ് പ്രിൻസിപ്പിൾ നമുക്ക് സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ആണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു റോ വൈസ് ഡോമിനൻസ് ആൻഡ് കോളം വൈസ് ഡോമിനൻസ് ഡിഡക്ഷൻ മെത്തേഡ് ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ കോളത്തിലെയും സം ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഒരു ഫസ്റ്റ് റോയിലെ സം എത്രയാണെന്ന് നോക്കാം. ഫസ്റ്റ് റോയിന്റെ സം ഇസ് ആക്ച്വലി 8 + 3 + 2 + 1 ദാറ്റ് ഇസ് 14. സെക്കൻഡ് റോയുടെ സം ടോട്ടൽ എത്രയാണ്? 15. 7 4 5 6 when you add them you get 22. ലാസ്റ്റ് റോയുടെ സം എത്രയാണ്? 19. അപ്പൊ ഡോമിനൻസ് പ്രിൻസിപ്പിൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റോ വൈസ് സം കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? മിനിമം ആണ്. ഓക്കെ, അപ്പൊ ഇതിലെ ഏറ്റവും മിനിമം ഏതാണെന്ന് നോക്കുക. ഇതിലെ ഏറ്റവും മിനിമം ഏതാണ്? ഇറ്റ്സ് ആക്ച്വലി 14. ഇനി നമ്മൾ റോ വൈസ് ഡോമിനൻസ് ആണ് നോക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ റോ വൈസ് ഡോമിനൻസ് എങ്ങനെയാണ് നോക്കുന്നത് നോക്കുക. ഏറ്റവും മിനിമവും ഏറ്റവും മാക്സിമവും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോണേ. ഫസ്റ്റ് റോയില് ഫസ്റ്റ് എലമെന്റ് 7. ഈ ഹയസ്റ്റ് വന്നേക്കുന്ന എലമെന്റ് 7 is 1. ഇവിടെ എലമെന്റ് 7. അപ്പോ ദിസ് റോ ഇസ് ഡോമിനേറ്റിംഗ്. ദിസ് റോ ഇസ് 7 is greater than 1. 4 is greater than 2. 5 is greater than 3. ബട്ട് ഇവിടെ പോയി. ഇവിടെ 6 is less than 8. Now അടുത്തത് നോക്കാം. അടുത്ത 22 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഏതാ? ചെറിയ നമ്പർ ഏതാ? 19 ആണ്. Now when it comes to 19 നമുക്ക് വീണ്ടും നോക്കാം റോ വൈസ് ഡോമിനൻസ്, കണ്ടിന്യൂസ് ഡോമിനൻസ് ഉണ്ടോ എന്ന് നോക്കാം. 1 and 4 yes 4 is greater. 2 and 3 yes 3 is greater. 3 and 4 yes 4 is greater. 8 and 8 ഈക്വൽ ആയാലും മതി. അങ്ങനെ ബിക്കോസ് ദിസ് റോ ഇസ് ഗെറ്റിംഗ് ഡോമിനേറ്റഡ് ബൈ ദിസ് വൺ. ഇവിടെ നമ്മൾ മിനിമം വരുന്ന റോ ഡിലീറ്റ് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മിനിമം വരുന്ന റോ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് റോ ഡിലീറ്റ് ആയി. ഇനി നമുക്ക് 3 റോസ് മാത്രമേ ഉള്ളൂ. ഇനി 3 റോസിൽ നമ്മൾ വീണ്ടും നോക്കുക. ഈ ഉള്ളതിൽ വെച്ച് മിനിമം ഏതാണ്? 15 ആണ്. നമ്മൾ ഇനി 15 ആണ് ചെക്ക് ചെയ്യാൻ പോണേ. 15ഉം മാക്സിമവും തമ്മിൽ 22ന്റെ റോയും തമ്മിൽ നമുക്ക് ഡോമിനൻസ്, കണ്ടിന്യൂസ് ഡോമിനൻസ് ഉണ്ടോ എന്ന് നോക്കാം. 2 and 7 yes 7 is dominating. 2 and 4 yes 4 is dominating.
4 and 5, yes, 5 is dominating. 7 and 6 അപ്പോൾ പോയി, ബിക്കോസ് 6 is lesser than 7. അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ ആയിട്ട് നോക്കാം. 22 കഴിഞ്ഞ അടുത്ത മാക്സിമം is 19. So 2 and 4, yes, 4 is dominating. 2 and 3, yes, 3 is dominating. 4 and 4, okay. 7 and 8, okay. അപ്പോൾ this row is dominating the second row. അങ്ങനെ വരുമ്പോൾ മിനിമം വരുന്ന കോളം റോ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. മിനിമം വരുന്ന ഏതാണ്? this one. So റോ നമ്പർ 2 പോയി. ഇനി അടുത്ത ലീസ്റ്റ് നമ്പർ ഏതാണ്? 19. ലീസ്റ്റ് വാല്യൂ ഇസ് 19. നൗ 19ഉം ഈ റോയും 22 വരുന്ന ഹയർ റോ ആയും തമ്മിൽ ഒരു ഡോമിനൻസ് ഉണ്ടോ എന്ന് നോക്കാം. 4 and 7, yes, 7 is dominating. 3 and 4, yes, 4 is dominating. 4 and 5, yes, 5 is. 8 and 6. അപ്പോൾ 8 is actually bigger than 6. So there is no continuous dominance here. അങ്ങനെ നമ്മുടെ റോ വൈസ് റിഡക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കിട്ടിയിരിക്കുന്നതിന്റെ we'll go for the column wise reduction. Column wise dominance ചെക്ക് ചെയ്യാം. കോളം വൈസ് ഡോമിനൻസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതിന്റെ സം കാണാന്നുള്ള, കോളം വൈസ് സം കാണാന്നുള്ളതാണ്. സോ 7 plus 4, 11. 4 plus 3, 7. 9, 14. അതിനുശേഷം നമ്മൾ മാക്സിമം ആണ് കാണേണ്ടത്. ഇതിന്റെ സ്ട്രാറ്റജി നമ്മൾ ആദ്യം കാണേണ്ടത് മാക്സിമം ആണ്. എന്തിന്റെ മാക്സിമം? ഇതിലെ മാക്സിമം വാല്യൂ ഏതാണെന്ന് നോക്കുക. മാക്സിമം വാല്യൂ ഇസ് 14. അപ്പോൾ 14ഉം ഏറ്റവും ചെറുതും തമ്മിലുള്ള ഡോമിനൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 14 and 7 6 and 4, yes, 6 is dominating. 8 and 3, yes, 8 is dominating. അപ്പോൾ റോ വൈസ് ഡോമിനൻസ് റൂൾ ഏതാണ്? മാക്സിമം വരുന്ന കോളം ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം വരുന്ന കോളം ഇതാണ്. അപ്പോൾ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്തു. ഇനി അടുത്ത ഹയസ്റ്റ് നമ്പർ ഏതാണ്? അടുത്ത ഹയസ്റ്റ് നമ്പർ 11 ആണ്. അപ്പോൾ 11ഉം ഏറ്റവും ചെറുതും തമ്മിലുള്ള ഡോമിനൻസ് നോക്കാം. അപ്പോൾ 11ൽ 7 and 4, yes, 7 is dominating. 4 and 3, yes, 4 is dominating. അങ്ങനെ വരുമ്പോൾ ഹയസ്റ്റ് വരുന്ന കോളം ഡിലീറ്റ് ചെയ്യാം. ഹയസ്റ്റ് വരുന്ന കോളം ഇതാണ്, ഡിലീറ്റ് ചെയ്തു. ഇനി അടുത്ത ഹയസ്റ്റ് സം ഏതാണ്? 9. ഓക്കെ, 9ഉം അതിന് തൊട്ട് താഴെയുള്ള 7ഉം. അപ്പോൾ ഇതില് 5 and 4, yes, 5 is dominating. 4 and 3, yes, 4 is dominating. അങ്ങനെ വരുമ്പോൾ ഹയസ്റ്റ് വരുന്ന കോളം ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു കോളം മാത്രമേ ഉള്ളൂ, 4 and 3. 4 and 3 വരുന്ന ഒരു കോളം മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ കോളം വൈസ് ഡോമിനൻസ് പറ്റത്തില്ല, നമുക്ക് റോ വൈസ് ഡോമിനൻസ് ആണ് നോക്കേണ്ടത്. റോ വൈസ് ഡോമിനൻസ് നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? മിനിമം വരുന്ന ആ സെല്ല് ഡിലീറ്റ് ചെയ്യുക. മിനിമം വരുന്ന സെല്ല്, അതായത് മാക്സിമം ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മളുടെ സൊല്യൂഷൻ ഇസ് ദ സാഡിൽ പോയിന്റ് ഓർ ദ വാല്യൂ ഓഫ് ദ ഗെയിം ഇസ് 4. അങ്ങനെ നമുക്ക് ഡോമിനൻസ് മെത്തേഡ് വഴി സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഡോമിനൻസ് മെത്തേഡിന്റെ ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. അത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം തന്നെ റോ വൈസ് നമ്മൾ സം കണ്ടുപിടിക്കണം. So 1, 2, 3, 8. Sum is 14. This is sum. Sum of second row is 15. Sum of third row is 22. Sum of fourth row is 19. Similarly, column wise sum കണ്ടുപിടിക്കാം. Column wise കണ്ടുപിടിക്കാം. 14, 11, 16 and 29. സം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ റോ വൈസിൽ മിനിമം, നാം ഇത് ശ്രദ്ധിച്ചാൽ മതി, മിനിമം സം ഏറ്റവും കുറവ് വരുന്ന റോ ഏതാണെന്ന് നോക്കാം. സം ഏറ്റവും കുറവ് വരുന്ന റോ ഏതാണ്? ദാറ്റ് ഈസ് ആക്ച്വലി 14. സോ 14 ഡിലീറ്റ് ചെയ്യാം. ഏറ്റവും കുറവ് വരുന്നത് ഡിലീറ്റ് ചെയ്യാം. ഇനി ഇവിടെ നോക്കുമ്പോൾ മാക്സിമം ആണ്. മാക്സിമം വരുന്ന കോളം ഏതാണ്? മാക്സിമം വരുന്ന കോളം ഇസ് ആക്ച്വലി 29. സോ 29 ഡിലീറ്റ് ചെയ്യാം. ഇനി സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. മിനിമം വരുന്ന, നെക്സ്റ്റ് മിനിമം വരുന്ന കോളം ഏതാണ്? 15. ഓക്കെ, സോ 15 ഡിലീറ്റ് ചെയ്യാം. അടുത്ത മാക്സിമം വരുന്ന കോളം ഓൾറെഡി 29 കഴിഞ്ഞു. 29 കഴിഞ്ഞ അടുത്ത മാക്സിമം വരുന്നത് 16 ആണ്. സോ 16 ഡിലീറ്റ് ചെയ്യാം. അടുത്ത മിനിമം വരുന്ന കോളം ഏതാണ്? 19 ആണ്. 19 ഡിലീറ്റ് ചെയ്യാം. അടുത്ത മാക്സിമം വരുന്നത് ഏതാ? 29 കഴിഞ്ഞു, 16 കഴിഞ്ഞു, നെക്സ്റ്റ് ഇസ് 14. സോ 14 ഡിലീറ്റ് ചെയ്യാം.
ആൻഡ് വാട്ട് ഇസ് ലെഫ്റ്റ് ഇസ് 4. അങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് കിട്ടുന്ന വാല്യൂ ഓഫ് ദി ഗെയിമും 4 തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സാഡിൽ പോയിന്റ് മെത്തേഡ് കണ്ടുപിടിക്കാൻ മാക്സിമിൻ മിനിമാക്സ് മെത്തേഡ് കണ്ടു, അതിനുശേഷം ഡോമിനൻസ് മെത്തേഡ് കണ്ടു, ആൻഡ് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ കണ്ടു. സോ ഞാനൊരു പ്രാക്ടീസ് ചോദ്യം കൊടുക്കുന്നുണ്ട്, ചെയ്തു നോക്കുക. താങ്ക് യു വെരി മച്ച്.